എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വീഡിയോസൊക്കെ ആയിട്ട് റെഗുലറായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് വീണ്ടും തെറ്റിപ്പോയിരുന്നു. എന്നിരുന്നാലും ഇനിയും ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ വീഡിയോസ് എങ്ങനെ എപ്പോഴും കാണുമ്പോൾ എന്നറിയില്ല. എന്നാലും വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇന്ന് നമുക്കൊരു ഹെൽത്തി തോരനാണെങ്കിൽ കണ്ടാലോ. അപ്പോൾ ഞാനിത് ചെയ്തേക്കുന്നത് ബീട്രൂട്ടും അതുപോലെ തന്നെ വൻപയർ പുഴുങ്ങിയെടുത്തതും പിന്നെ സവാള അതുപോലെ തേങ്ങയും പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് ഞാൻ നേരത്തെയൊക്കെ നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം. പച്ചമുളക് ഞാൻ എപ്പോഴും ആണെങ്കിൽ ഇങ്ങനെ നടുകെ കീറിയാണ് ഇടുന്നത്. കാരണം പിള്ളേരൊക്കെ കൂട്ടുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞിടുന്ന സമയത്ത് അവർ ഇഷ്ടത്തോടെ കഴിക്കുമ്പോൾ മുളക് കടിക്കുവാണെങ്കിൽ പിന്നെ അവരിത് കഴിക്കത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ആണെങ്കിൽ ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ നടുകെ കീറിയാണ് ഇടുന്നത്. ഇങ്ങനൊരു തോരനാണ്. ബീട്രൂട്ട് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ബീട്രൂട്ട് തന്നെ ഇട്ടിട്ടും ഒക്കെ തോരൻ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ബീട്രൂട്ടും വൻപയറും കൂടാണെങ്കിൽ തോരൻ വെച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കഴിക്കാനാണെങ്കിൽ ഇതും ഈ ഒരു തോരനും ചോറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പറ്റും. ഇതൊരു ഹെൽത്തി ആയത് കാരണം കൊണ്ട് കുറച്ച് ചോറും കുറച്ചേറെ ഈ തോരനും കൂട്ടി നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഒരു കൂട്ടും ഫുള്ള് നമുക്കാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തോരനൊക്കെ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുത്ത് നമുക്ക് ഈ ഒരു ഇങ്ങനെ തോരൻ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളാണെങ്കിൽ ഈ ഒരു ചട്ടിയിലൊക്കെ ഇടുന്നതിന് മുന്നേ നന്നായിട്ട് കൈകൊണ്ട് നല്ലതായിട്ട് തിരുമ്മി ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് എണ്ണയിലിട്ട് വഴറ്റിയൊക്കെ എടുക്കുവാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാനാണെങ്കിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയോടാണെങ്കിൽ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയാണെങ്കിൽ കൊടുത്ത് ഇത് നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഒരു ചൂട് ഒക്കെ തട്ടിയിട്ട് നമുക്കാണെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ സാധാരണയായിട്ട് തോരനൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും ആണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഇങ്ങനെ ഇത് കൂട്ടെല്ലാം കൂടെ നമ്മൾ പാനിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കും. എന്നിട്ട് ഇടയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കും. കാരണം അടിയിലൊന്നും പിടിച്ച് കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കും. ഈ പച്ചക്കറിയുടെയൊക്കെ ആണെങ്കിൽ ഒരു വെള്ളമയമൊക്കെ ഇറങ്ങി അത് ആ ഒരു വെള്ളമയത്തിലാണെങ്കിൽ വെന്ത് കിട്ടും. അപ്പോൾ നമ്മളാണെങ്കിൽ എക്സ്ട്രാ വെള്ളമൊക്കെ ചേർത്ത് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ എടുക്കുന്ന തോരനൊക്കെയാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നതല്ലേ, അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്തും കിട്ടും. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇട്ടേക്കുന്നത് സവാളയാണല്ലോ. സവാളയ്ക്കാണെങ്കിലും അധികമാണെങ്കിൽ വേവ് വേണ്ട. പിന്നെ പയർ നമ്മൾ ഓൾറെഡി പുഴുങ്ങിയ പയറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.